ഐശ്വര്യ അമ്മയുടെ ഉള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം അതൊരു സിനിമാ സംഘടനകളുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു കൂട്ടായ്മ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ളതിനോട് പുറത്തു പോയി ഇപ്പോൾ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയത്തിലോട്ടും വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതല്ലാണ്ട് ശ്വേതാ മേനോൻ്റെ വിഷയം ബന്ധപ്പെട്ട് പലതരത്തിൽ BJP ഡീലടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരോപണം. ആദ്യം ഈ വിഷയം മുമ്പോട്ട് വെക്കുന്നത് എനിക്കൊന്നും ബാബുരാജൻ ആദ്യ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്തായാലും ഇതെല്ലാം ഒന്ന് അടങ്ങി. ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഒരു MLA, പാലക്കാട്ടത്തെ MLA അടക്കം പിഷാരടി നേരിട്ട് പോയി സംസാരിക്കുന്നു. അഡ്ഹോർ കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അവിടെ എല്ലാവരും സമാധാനത്തിൽ കൊണ്ടുവരുന്നു. ഇനി പ്രശ്നങ്ങൾ രണ്ടുപേരും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരരുതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ വാർത്തയിലുള്ള ആരോപണ പ്രത്യാപനങ്ങൾ വേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഒരുവിധം അടങ്ങിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും അന്ന് അടങ്ങിയത് എങ്ങനെയാണോ അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി വീണ്ടും പൊട്ടിത്തെറിയിലോട്ട് പോകുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പ്രശ്നം മാത്രമേ ഇപ്പോൾ അത് രാഷ്ട്രീയത്തിലോട്ട് കൂടി കടന്നു വരുന്നു. BJP ഡീൽ അതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നു. അതിന് തെളിവായിട്ട് മാലാപർവ്വതി ഒരു ഓഡിയോ പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നു. പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അമ്മയിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മയിൽ എന്താ നടന്നുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ എന്ന് പറയുന്ന താരസംഘടന കേരളത്തിന് മൊത്തം ഉറക്കം കെടുത്തിയ പോലെ ആയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് ഇപ്പോൾ അമ്മയ്ക്ക് അകത്തുള്ള വിഷയങ്ങളായിരുന്നു ഫവാസ് പറഞ്ഞ പോലെ പലതും. അൻസിബ ഹസൻ ഉയർത്തിയ പരാതികൾ, അല്ലെങ്കിൽ അതിനകത്തെ കണക്കുകൾ നേരിടാൻ പറ്റാണ്ടായപ്പോഴാണ് ശ്വേതാ മേനോനോട് അത് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്വേത പറയുന്നു, ഞാൻ വാക്കാൽ മാത്രമേ രാജി പ്രഖ്യാപിച്ചിട്ടുള്ളൂ, ഞാൻ രാജി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിട്ട് വരുന്നു. ആ കാര്യത്തിൽ ഇവർ മുന്നോട്ട്, അല്ലെങ്കിൽ അത് ഇവരറിഞ്ഞു വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ രാജിവെക്കുന്നില്ല എന്നൊരു തീരുമാനം അറിയുമ്പോൾ തന്നെ ശ്വേതാ മേനോൻ അണിയറയിൽ കൃത്യമായി ചാടുവലികൾ നടത്തിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ടും കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കുകയാണ്. അഡ്ഹോക് കമ്മിറ്റി പറ്റില്ല, ഞാൻ വാക്കാൽ രാജി കൊടുത്തിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റിയെ സ്റ്റേ ചെയ്തുകൊണ്ടൊരു ഉത്തരവ് കൂടി വാങ്ങിക്കുകയാണ്. അപ്പൊ അവർക്കൊരിക്കലും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവർ ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല. ശരിക്കും അമ്മയിലുള്ള ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിക്കൊണ്ട് രാജിവെക്കുന്നു. പറഞ്ഞ പോലെ FB-യിൽ പോസ്റ്റ് അടക്കട്ടത് രാജിവെക്കുന്നു, ഇത്തരത്തിലുള്ള സ്ഥാനത്തിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ 17 അംഗ ആൾക്കാരും കൂടെ രാജിവെച്ചു എന്നുള്ള കാര്യങ്ങൾ വാർത്തയിൽ വന്നതായിരുന്നു. പക്ഷെ അത്തരത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും പുള്ളിക്കാരി പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വന്നതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ പെട്ടെന്ന് മാലാ പാർവതി, അൻസിബ ഹസൻ, മായ വിശ്വനാഥ്, ഉഷ ഹസീന, ഇവർ 4 പേരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടായിരുന്നു. അപ്പൊ ആ മാധ്യമ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ പറയുന്നതിനിടയിൽ മാലാ പാർവതി പുറത്തുവിട്ടിരിക്കുന്നത് വലിയൊരു ആരോപണം തന്നെയാണ്. പറയുന്നൊരു കാര്യം മാലാ പാർവതി പറയുന്നത്, അതും തെളിവ് സഹിതമാണ് പറയുന്നത്. ആദ്യം മുതൽ തന്നെ ഇപ്പൊ ബാബുരാജ് പറഞ്ഞതുപോലെ BJPക്ക് സ്ഥാനാർത്ഥികളെ കൊടുത്ത് അത് ഒരു ഡീലായിരുന്നു എന്ന് ആരോപണം ഉയർന്നിരുന്നു. പക്ഷെ അതൊക്കെ മോശമാണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അതിലൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടതാണ് 2020 എത്ര സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം പകട്ടോട് കൂടിയിട്ട് ഇറങ്ങിയെന്നുള്ളത്. ലക്ഷ്മിപ്രിയ അടക്കം അതിലേക്ക് ഇറങ്ങിയ ആൾക്കാരാണ്. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ സത്യമായിരുന്നില്ലേ എന്ന് നമ്മളും ചിന്തിച്ചു പോകും. എന്നാൽ മൊത്തത്തില് BJP ഡീല് പലപ്പോഴും പറഞ്ഞെങ്കിലും, അദാനി വഴി ഇത്ര രൂപ വരും എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ പലരും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉന്നയിച്ചെങ്കിലും, ഇപ്പോൾ മാലാപാർവതി പുറത്തുവിട്ട ഓഡിയോയിൽ പറയുന്നത്, പത്മജയസ് മേനോൻ എന്ന് പറയുന്ന BJPയുടെ മുൻ കൗൺസിലറൊക്കെ ആയിരുന്ന കൊച്ചിയിൽ, ഇവിടെ അത്യാവശ്യം BJPയുടെ പ്രധാന ഒരു പ്രവർത്തകയായിട്ടൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ തന്നെ ഒരു ആള് വന്നിട്ട് പറയുകയാണ്. അത് മറ്റൊരു ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ അകത്താണ് അവർ ഇങ്ങനത്തെ ഒരു പരാമർശം പറയുന്നത്. പക്ഷെ അത് പറഞ്ഞത് BJPയുടെ മുൻ കൗൺസിലർ കൂടി ആയിരുന്ന ഒരാളായതുകൊണ്ട് അതിന് പ്രാധാന്യം കൂടുകയാണ്. ഒരു തെളിവ് പോലെ ആവുകയാണ് കാര്യം. അവർ തന്നെ പറയുന്നു 14 കോടി രൂപ ശ്വേതയുടെ സ്വാധീനം കൊണ്ട് അദാനി ഈ അമ്മ സംഘടനയ്ക്ക് കൊടുക്കാൻ റെഡിയായിരുന്നു എന്നുള്ളൊരു വലിയൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇവരെന്താണോ പറഞ്ഞത്, തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അതായത് BJP ആയിട്ട് ശ്വേതയ്ക്ക് ഡീലുണ്ട് എന്ന് പറയുന്ന കാര്യം, അത് BJPയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരാൾ സമ്മതിക്കുന്നത് പോലെയായി. അപ്പൊ അത് ഒരു വലിയ ആരോപണമാണ്. അതിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ പോകേണ്ടതുമാണ്. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന വിഷയം അതിലും കൂടുതൽ അപ്പുറത്തെ തലങ്ങളിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. പക്ഷെ പത്മജയസ് മേനോൻ അതിന് ശേഷം 24 ന്യൂസിന്റെ ഹാഷ്മിക്ക് കൊടുത്തൊരു ഇതിൽ പറയുന്നുണ്ട്, അവർ അത്തരത്തിലല്ല പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാരണം, അല്ലെങ്കിൽ 14 കോടി അമ്മയുടെ അവസ്ഥകൾ, കാര്യങ്ങൾ, ആവശ്യങ്ങളൊക്കെ അദാനിയെ അറിയിച്ചു എന്ന് മാത്രമാണുള്ളതെന്ന്. പക്ഷെ അറിയിച്ചാലും എന്താണെങ്കിലും ഇപ്പൊ മാലാ പാർവതി ബോൾഡായിട്ട് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്, ഞങ്ങൾക്കാരുടെയും 14 കോടിയുടെ ആവശ്യം ഈ പറയുന്ന അമ്മയ്ക്കില്ല. അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ളത് മാന്യമായിട്ടുള്ള കാര്യമല്ലാണ്ട് ശ്വേതയുടെ സ്വാധീനത്തിൽ അപ്പൊ 14 കോടിയൊക്കെ കിട്ടിയ ബാങ്കോക്കിലല്ല, വേറെ എവിടെ വേണമെങ്കിലും പോവാല്ലോ. 14 കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല. പക്ഷെ ഇത്തരത്തിലൊരു ഓഫർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനുള്ള വലിയൊരു എമൗണ്ട് ശ്വേത ചേച്ചി കൊണ്ടുവന്നേനെ എന്ന് ലക്ഷ്മിപ്രിയാണ് ആദ്യം പറഞ്ഞത്. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് പോയത് ശ്വേത ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും രൂപ വലിയൊരു എമൗണ്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പൊ അത് ലക്ഷ്മിപ്രിയക്കും അറിയാമെന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോൾ മാലാപാർവതിക്ക് ഉന്നയിച്ചതിൽ എവിടെയാണ് തെറ്റ്?
ഇപ്പൊ ഇവരിതില്ല ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിപ്രിയയുടെ വായിൽ തന്നെ അന്ന് വന്നിരുന്നു, ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു ശ്വേത ചേച്ചി വലിയൊരു എമൗണ്ട് ഞങ്ങളിലേക്ക് വരേണ്ടതായിരുന്നു, അതിനൊക്കെ ഇവർ തടസ്സം, അതായത് വികസന മുരടിപ്പിന് കാരണമാക്കി ഇവരുടെ ഇതുപോലെയുള്ള വികസന മുരാച്ചികൾ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ 14 കോടിയുടെ ഒരു കണക്ക് ഇപ്പോൾ പത്മജ മേനോന്റെ വായിൽ നിന്നും കൂടെ വരുമ്പോൾ എന്ത് ഡീലായിരുന്നു അത്? ശ്വേതയുടെ മാത്രം സ്വാധീനം കൊണ്ട് ഇത്രയും കോടികൾ അദാനി അമ്മ പോലെ ഒരു സംഘടനയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് ഡീലായിരുന്നു എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ ആവശ്യമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അറിയണം എന്ന് ആഗ്രഹം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവരിതുവരെ കൂട്ടത്തിലുള്ള അംഗങ്ങൾ, നമ്മളൊക്കെ അമ്മയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ, നമ്മളുടെ കാര്യമല്ല ഇത് എന്ന് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ കൂട്ടത്തിലുള്ള അംഗങ്ങൾക്ക് പോലും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് പോലും ശ്വേതാ മേനോൻ ഉത്തരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കണക്കുകളുടെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ രാജിവെക്കുന്നു എന്ന് വലിയ വായിൽ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പൊ രാജിവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. സോഷ്യൽ മീഡിയ പിൻവലിക്കണമായിരുന്നു, അതിന് പോലും ഇല്ല. പക്ഷെ അവിടെ രമേശ് പിഷാരടി കൊടുത്ത മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതെ, രമേശ് പിഷാരടി പറഞ്ഞത്, ഞാൻ ആഡ്ഹോക് കമ്മിറ്റിയുടെ ഇതായിട്ട് അദ്ദേഹമാണല്ലോ നിന്നിരുന്നത്, അദ്ദേഹം രാജിവെക്കുന്നു എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എന്തായാലും 15 ഞാൻ വെച്ച രാജി തന്നെയാണ്, 15 ദിവസം കഴിയുമ്പോൾ രാജി വെച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അത് ശ്വേതയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കൊട്ടാണ്. അത് കൃത്യമായിട്ടും കുറുക്കി കൊള്ളുന്ന മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷെ എന്തുകൊണ്ട് ആർക്കും, ഇപ്പൊ ഉഷാ ഹസീന അടക്കമുള്ളവർ പറയുന്നുണ്ട് ശ്വേത തിരിച്ച് അങ്ങനെയൊക്കെ വരാനാണ് ഉദ്ദേശമെങ്കിൽ, ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കണക്ക് ബോധിപ്പിക്കാൻ ഇറങ്ങിപ്പോയതാണ്, രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ്, എന്നിട്ട് ഇത്രയും പേരെ മണ്ടന്മാരാക്കിക്കൊണ്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കും എന്ന് പറയുന്നുണ്ട്. മാലപ്പാർവതി അടക്കമുള്ളവർ അങ്ങനെയാണെങ്കിൽ രാജിവെക്കും, ഇവരെ തിരിച്ചു കയറ്റിയാൽ രാജിവെക്കും എന്ന് പറയുന്നുണ്ട് അൻസിബ ഹസൻ. ഇപ്പോൾ ഉഷാ ഹസീനയൊക്കെ പറയുന്ന പോലെ അൻസിബ ഹസൻ പറയുന്ന ഒരു പെൺകുട്ടിയെ ഇത്രയും ടോർച്ചർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വട്ടം കൂടി ആക്രമിച്ച് ജിഹാദിയാക്കി, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടും അതൊന്നും അന്വേഷിക്കാനോ പറയാനോ ഒന്നും തയ്യാറാവാണ്ടിരുന്ന, അതൊന്നും ഇതിന്റെ ആവശ്യമല്ല, അമ്മയുടെ ആവശ്യമല്ല, അമ്മയുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് മാറ്റിയിരുന്ന ആൾക്കാരാണ്. ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അടക്കം തമാശ രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, പക്ഷെ കോടതി കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, കടവന്ത്ര പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന്. നീനാക്കുറുപ്പ് കൃത്യമായിട്ടും സാക്ഷിമൊഴി ഉണ്ടായിട്ട് പോലും എന്നോട് പറഞ്ഞതാണ്, ഇത് പറഞ്ഞിട്ട് പോലും കോടതി കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കടവന്ത്ര പോലീസിന് കോടതി അടി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ മാലാപാർവതിയും പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ശ്വേത പറഞ്ഞു കൺവേർട്ട് ചെയ്യാനായിട്ട് 4 പേരോളം കൺവേർട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു എന്ന് വരെ ഉള്ള അലിഗേഷൻ ആരോപണം ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള കാര്യം ജിഹാദി, ഇപ്പൊ നമ്മള് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ജിഹാദി എന്ന് ഒരാൾ ജിഹാദിയാണ് എന്ന് പറയുമ്പോൾ, ജിഹാദി എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ആ വീട് ഒരു മത തീവ്രവാദിയാണ്, അല്ലെങ്കിൽ അത്തരത്തില് ഇതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും ത്രെട്ടിലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജിഹാദി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ അൻസിബ അങ്ങനെയാണെങ്കിൽ, അൻസിബ എന്നല്ല ആരാണെങ്കിലും അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്വമേധയെ കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അന്വേഷിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു ത്രെട്ടിലാണെന്നാണ്. നമ്മളുടെ ജീവനും സ്വത്തും ഒക്കെ അപകടത്തിലാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യാജാരോപണം നടത്തിയവർക്കെതിരെ, ഇങ്ങനെ ഇല്ല എന്നുറപ്പായി കഴിഞ്ഞാൽ വ്യാജാരോപണം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? ഇത്തരത്തിൽ ഒരാളെ വെറുതെ അങ്ങ് കയറി ഇത്തരത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് ഇതിനെ മാറ്റുക, മതസ്പർദ്ധ വളർത്തുക. ഇപ്പോൾ ശ്വേതാ മേനോൻ തന്നെ പറഞ്ഞു എന്ന് മാലാപാർവതി പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. 4 പേരെയോളം കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന്, മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്ന്. ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് പറയുന്നത്? അൻസിബ തന്നെ പറയുന്നുണ്ട്, അൻസിബ നോയമ്പ് കാലത്ത് ഒരു സമയത്ത് നോയമ്പ് സെറ്റിൽ വെച്ചിട്ട് നോയമ്പെടുത്തു. അതിപ്പോൾ ആ മതവിശ്വാസം അനുസരിച്ചിട്ട് ഒരാൾ നോയമ്പെടുക്കുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അങ്ങനെ ഈ നമ്മളുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് ഈ കൂടെയുള്ളവർ നോയമ്പെടുക്കുമ്പോൾ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കാണ്ട് കൂടെ നോയമ്പെടുക്കുന്നുണ്ട്. അതൊക്കെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. പക്ഷേ ഈ നോയമ്പിന് ശേഷം ഈ കുട്ടിക്കുള്ള നോയമ്പ് തുറക്കാനുള്ള എന്തോ ഒരു വിരുന്ന്, എന്തോ നോയമ്പ് തുറ അതുപോലെ ഒരു ഇതിന് വേണ്ടിയിട്ട് സെറ്റിൽ സൗകര്യം ഒരുക്കി, അതിനാണ് ഈ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ആക്കി ഇതിനെ മാറ്റിയതെന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഇത്തരത്തിൽ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ, പിന്നെ 2020 വേണ്ടിയിട്ട് ഇത്രയും താരങ്ങൾ ഇറങ്ങുമ്പോൾ, സ്ഥാനാർത്ഥികളായിട്ട് ഇറങ്ങുമ്പോൾ, ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കുമോ? കാര്യം ഉണ്ടെന്ന് ആൾക്കാർ സംശയിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ തെളിവായിട്ട് തന്നെ മാലാപാർവതി പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ ഗൗരവകരമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. അവരെന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ശ്വേതയുടെ ബലത്തിൽ എങ്ങനെയാണ്, ശ്വേതയുടെ സ്വാധീനത്തിൽ എങ്ങനെയാണ് 14 കോടി അദാനി ഇവിടെ കൊടുക്കുന്നത്? അതിൻ്റെ എന്ത് പ്രവർത്തനമാണ് ഈ അമ്മ ചെയ്യുന്നത്? അപ്പൊ അത്തരത്തിലൊരു അലിഗേഷൻ വരുമ്പോൾ ശ്വേത BJP ഡീൽ എന്ന് പറയുന്ന ഈ ബാബുരാജ് ഉന്നയിച്ച ആരോപണങ്ങൾ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല.